രാവിലെ പാലാണെന്ന് കരുതി അനുമോള് ചായ ഉണ്ടാക്കാനായിട്ട് എടുത്തത് തൈര്. ഇതറിഞ്ഞ ലക്ഷ്മി ഒരു കുറ്റമല്ല 2-3 കുറ്റങ്ങളാണ് ഫുഡ് വേസ്റ്റാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി രംഗത്തെത്തിയിരിക്കുന്നത്. ഒന്നും പ്രതികരിക്കാതെ അനുമോള്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അനുമോള് ചായ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങി. ഇന്നലെ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും കരുതിയത് 2 പാലാണ്, 2 കവർ പാലാണ് ഇത്തവണ വന്നതെന്നാണ്. അതിലൊരു കവർ പാലും ഒരു കവർ തൈരുമായിരുന്നു. ഇതറിയാതെ കിച്ചൺ ടീം ഈ തൈരും പാലും കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചു. അത് കട്ടയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൈരാണോ പാലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാലാണെന്ന് കരുതി തൈരിൻ്റെ പാക്കറ്റാണ് അനുമോള് ചായ ഉണ്ടാക്കാനായിട്ട് എടുത്തത്. ചൂടാക്കാൻ വെച്ചു, അത് തള വരുന്നില്ല. അപ്പോഴാണ് അനുവിന് മനസ്സിലായത് അയ്യോ ഇത് തൈരാണല്ലോ എന്ന്. അതപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കേണ്ടല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും അനുമോള് ചായക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാലിട്ടിട്ടുണ്ടായിരുന്നു. പാലാന്ന് കരുതി തൈരിൽ അത്രത്തോളം വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഊറ്റിക്കളയാൻ നോക്കി. ആ വെള്ളം കളഞ്ഞു. ആ വെള്ളം പ്രോട്ടീനാണ്, അത് ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രോട്ടീനായിരുന്നു അനുമോള് കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ വഴക്ക്. അത് കഴിഞ്ഞ് അനുമോള് തിരിച്ചറിഞ്ഞില്ല പാലേത് തൈരേതെന്ന് അറിയില്ലായിരുന്നു എന്ന്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ലക്ഷ്മിക്ക് അറിയാമായിരുന്നോ തൈരാണ് വന്നതെന്ന്? ലക്ഷ്മി പറഞ്ഞില്ല, അറിയില്ല. എന്നിട്ട് ഇപ്പം എന്തിനാ അനുമോളെ കുറ്റം പറയുന്നത്? നമ്മൾ ഇത്രയും ദിവസം ഭക്ഷണം കഴിച്ചത് അനുമോള് ഉള്ളതുകൊണ്ടാണ് സ്വാദിഷ്ടമായിട്ടുള്ളത്. ലക്ഷ്മിക്ക് കുക്കിംഗ് അറിയോ? ഇല്ല. ഇപ്പോൾ കിച്ചൺ ടീം കുക്കിംഗ് അറിയുന്ന ആരുമില്ല, അനുമോള് മാത്രമേ ഉള്ളൂ. അനുവും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നെ ഷാനവാസിനും കുറച്ച് കുക്കിംഗ് അറിയാം, വേറെ ആർക്കും ഒന്നും അറിയില്ല ഉണ്ടാക്കാനായിട്ട്. അനുമോൾ ഉള്ളതുകൊണ്ട് ഭക്ഷണം വായിക്ക് രുചിയായിട്ട് കഴിച്ചു പോകുന്നു. എന്നിട്ടും കുറ്റം പറയുന്നു. ഇത് തൈര് തന്നെ തിരിച്ചറിയാൻ ലക്ഷ്മിക്കും പറ്റിയിട്ടില്ല. അപ്പം അനുമോള് ചെയ്തത് മാത്രമല്ല കുറ്റം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, അത്രത്തോളം വെള്ളം എന്തിനാ, ബാക്കിയുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വഴക്ക് അനുമോള് പയറ് മുളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ആ പയറ് ചീത്താക്കി കളഞ്ഞു എന്ന്. മുളപ്പിക്കാൻ വെച്ച പയറ് 1-2 ദിവസങ്ങളിൽ മുളയ്ക്കും. മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് മാറ്റാം, ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അനുമോളത് അവിടെ തന്നെ വെച്ചോ, മോശമാക്കി കളഞ്ഞു എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. പിന്നീടാണ് അത് കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതെന്ന്. എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്, അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. ലക്ഷ്മി ആദ്യം സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാണോ ആദ്യം തന്നെ വന്ന് പിറ്റേ ദിവസം പോയിട്ട് സാമ്പാർ ഉണ്ടാക്കി കൊളാക്കിയത്? അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഈ പയറ് മുളപ്പിക്കാൻ വെച്ചത് കുറച്ച് പ്രോട്ടീൻ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. പിന്നെ തൈരിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പാലേത് തൈര് അവിടെ ആർക്കും അറിയില്ലായിരുന്നു തൈര് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. തിളപ്പിക്കാൻ വെച്ചപ്പോഴാണ് അത് മനസ്സിലായത് തൈരാണ് വന്നതെന്നുള്ളത്. അതും കുറ്റമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അനുവിനെ ദ്രോഹിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അനുവിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോകുന്ന അബദ്ധം. അനുമോൾക്കെതിരെ ലക്ഷ്മി എത്തുന്നുണ്ട്. രണ്ടാളും തമ്മിലുള്ള ഗംഭീര വഴക്കാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.